അല്ല അത് അന്നത്തെ കാര്യം പറഞ്ഞതായിരുന്നു. പിന്നെ എനിക്കൊരു പരാതി ബോധിപ്പിക്കാൻ. അല്ലല്ല, ഇത് കേൾക്കട്ടെ, ഇത് കഴിയട്ടെ. ജസ്റ്റ് ഒരു പാസിംഗിൽ പോയപ്പോൾ അക്ബർ ഒരുമാതിരി നോട്ടം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് പ്രമോൻ്റെ ഒരു പോർഷനാണ് ഞാനിവിടെ പ്ലേ ചെയ്തത്. ഇവിടെ ഷാനവാസിനെതിരെയാണ് ലാലേട്ടൻ ഇന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഷാനവാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജിസേലിനോട് അക്ബറിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അക്ബർ ജിസേലിനെ നോക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന് വിളിച്ചിരുത്തി കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഷാനവാസ് പറഞ്ഞത്. അത് എപ്പിസോഡിലും ലൈവിലും നമ്മൾ കണ്ടതാണ്. ശരിക്കും അങ്ങനെ ഒരു ആരോപണം നടത്തുന്നത് ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിനകത്ത് ഷാനവാസിൻ്റെ ഗ്രാഫ് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. കാരണം അവരാ ബി ഹൗസിനകത്ത് ചെന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് മോശമായിട്ടൊരു കാര്യം പറയുമ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാവണം. ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു എൻ്റെ തോന്നലിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും മറ്റൊരാൾക്കെതിരെ അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. കാരണം അവർക്ക് പുറത്ത് ഫാമിലി ഉള്ളതാണ്. ഇപ്പോൾ അക്ബർ കല്യാണം കഴിച്ചതാണ്, ഉമ്മയുണ്ട്, അല്ലെങ്കിലും മറ്റുള്ളവർക്കെല്ലാം ഫാമിലി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ ഷാനവാസിന് തിരിച്ചടിക്കും. ഇവിടെ നമുക്കറിയാം നമ്മുടെ അപ്പാനിക്കെതിരെയും ഷാനവാസ് ഇങ്ങനത്തെ ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അപ്പാനിയും ഷാനവാസും തമ്മിൽ പുറത്തെന്തോ ഡീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്തെന്തോ ഒരു കാര്യത്തിൻ്റെ പേരിനകത്ത് ഇവർ തമ്മിനകത്ത് എന്തോ ഒരു ബന്ധമുണ്ട്. അതിനകത്ത് മുൻകൈ ഷാനവാസിനാണുള്ളത്. അത് പുറത്ത് പറഞ്ഞാൽ അപ്പാനിയുടെ കരിയർ അല്ലെങ്കിൽ അപ്പാനിക്കത് മോശമാകുമെന്ന് പറഞ്ഞിട്ട് അപ്പാനിനെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് മോശം രീതിയാണ്. പുറത്തെന്തോ ആയിക്കോട്ടെ, അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ളിൽ കയറി ആ നിമിഷം തുടങ്ങി അവിടെ നടക്കുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്യേണ്ടത്, അയാൾക്കെതിരെ ഗെയിം കളിക്കേണ്ടത്, അല്ലേ? ശരിക്കും ഷാനവാസ് പറഞ്ഞിട്ട് അതെൻ്റെ തന്ത്രമാണ്, അവൻ ഒതുങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ അവനെ നിശബ്ദമാക്കാനുള്ള എൻ്റെ തന്ത്രമാണ്, എൻ്റെ കാർഡാണതെന്ന്. അതുകൂടാതെ തന്നെ ഷാനവാസ് വേറൊരു കാര്യം പറയുന്നുണ്ട്, പുറത്തെ കാര്യം ഞാൻ പറയാത്തത് അതെൻ്റെ എത്തിക്സ് ആണെന്ന്. ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എത്തിക്സ് ഉള്ള ഒരാളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യം പറയാം, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാം. ഇവിടെ ബിൻസിക്കെതിരെ അല്ലെങ്കിൽ ബിൻസിയോട് ചേർത്ത് അപ്പാനിനെ പറഞ്ഞ് കഴിഞ്ഞത് വിട്ടിട്ട് പുറത്ത് കിടക്കുന്ന കാര്യം കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ചീപ്പ് ഗെയിമാണ് ഷാനവാസ് ഇവിടെ കളിക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്തായാലും ഇന്ന് വൈകുന്നേരം നമുക്കറിയാം ഷാനവാസ് മപ്പാസാണോ ഷാനവാസ് ഡീപ് ഫ്രൈ ആണോ ലാലേട്ടൻ ഉണ്ടാക്കുകയാണെന്ന്. നമുക്കൊരു കാര്യം നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും, ഷാനവാസിൻ്റെ ബോഡി ലാംഗ്വേജ് ഒട്ടും എന്താ പറയുക ഓക്കെ ആയിട്ടല്ല കാണുന്നത്. ഒരു കള്ളം പറഞ്ഞൊരു പ്രതിനിധി പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലുണ്ട്. പുള്ളി ആ സമയത്ത് പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഒന്നും അതിനകത്ത് കാണുന്നില്ല. ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് മറ്റൊരു കാര്യത്തിലോട്ട് പോകുന്നതിനുള്ളൊരു ടെൻഡൻസി പുള്ളി കാണിച്ചപ്പോൾ ലാലേട്ടനെ കൈയോടെ പൊക്കിയിട്ട് പറഞ്ഞു അത് നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ ഇത് കഴിയട്ടെ എന്ന്. അതൊരു എസ്കേപ്പിംഗ് മൈൻഡാണ്. ആ ഒരു കാര്യം ചർച്ച ചെയ്താൽ താൻ പൊളിയുമെന്നുള്ള ഷാനവാസിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ഷാനവാസ് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യാൻ നോക്കിയത്. എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് ഒരു ഗുഡ് പ്ലെയർ ആയിരുന്നു, നല്ലോണം ഗെയിം കളിക്കാനായിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനത്തെ നെഗറ്റീവ് രീതിയിൽ ഗെയിം കളിച്ചാൽ ഉറപ്പായിട്ടും പ്രേക്ഷകരുടെ ഉള്ളിൽ ഷാനവാസിനുണ്ടാകുന്ന പ്രീതി കുറയും. അത് 100% ഉറപ്പാണ്. കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, സദാചാര അമ്മാവൻ, അങ്ങനെ ഒരുപാട് കമൻറ്റാണ് ഷാനവാസിനെതിരെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നിറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് എഴുതുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.